സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്തുകളിലൂടെയും 1 തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് സീറോ മലബാർ സഭയുടെ ജനുവരി 6 മുതൽ 11 വരെ നടത്തപ്പെട്ട 33ാമത് സിനഡിന്റെ ആദ്യ സമ്മേളനശേഷം പുറത്തിറക്കിയ സിനഡാനന്തര സർക്കുലറിലൂടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഇക്കാര്യത്തിൽ യാതൊരുവിധ പുനരാലോചനയും സാധ്യമല്ല. 2024 ജൂലൈ 1 തീയതി നൽകിയ വിശദീകരണ കുറിപ്പിനെ സ്ഥിരമായ ഒരു ഒത്തുതീർപ്പായി ആരും വ്യാഖ്യാനിക്കരുത്. ആരാധനാക്രമത്തിലെ അഭിപ്രായാന്തരങ്ങൾ തെരുവിലെ സംഘർഷങ്ങളാക്കി മാറ്റുന്നത് ഏറെ ദുഃഖകരമാണെന്നും ഐക്യത്തിന്റെ കൂദാശയായ വിശുദ്ധ കുർബാനയുടെ അർപ്പണം നാട്ടിലെ ക്രമസമാധാന വിഷയമായി മാറ്റുന്നതിൽ സഭയൊന്നാകെ വേദനിക്കുന്നുവെന്നും സർക്കുലറിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ശൈലിയിൽ നമുക്ക് ഇനിയും മുന്നോട്ടു പോകാനാവില്ല. സിനഡിനെ അനുകൂലിക്കുന്നവർ എന്ന വ്യാജേന സാമൂഹിക മാധ്യമങ്ങളിലും തെരുവിലും സഭയെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നവരുടെ നിലപാടുകളും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും സർക്കുലറിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനുമായി 2026 ആണ്ട് സീറോ മലബാർ സഭയിൽ സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കർദിനാൾ ജോർജ് കുവക്കാടിന് സഭയുടെ പേരിൽ സിനഡിൽ പ്രാർത്ഥനാശംസകൾ നേർന്നു. കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും വനാതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ആശങ്കകളും വേദനകളും വിലയിരുത്തിയ സിനഡ് കേരള വന നിയമ ഭേദഗതി ബില്ല് പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഷെക്കിന ന്യൂസ്, കൊച്ചി.